പോയവര് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അതാ മദീനയിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഒരു അജ്വാ കാരക്ക കൊണ്ടുവരൂ. അജ്വാ കാരക്ക കൊണ്ടുവരൂ. എവിടെ കാരക്ക എല്ലായിടത്തും കിട്ടും, പക്ഷേ സ്പെഷ്യലായിട്ട് ഒരൽപ്പം അജ്വ കാരക്ക കൊണ്ടുവരും. അതെന്റെ ഉസ്താദെ, അജ്വ കാരക്കക്ക് പ്രത്യേകമായ പവര്. അത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ നിന്ന് പൊന്തി വന്ന കാരക്കയാണ്. ആ കാരക്കയുടെ തൈ നട്ടുപിടിപ്പിച്ചതാരാണ്? അതിന്റെ നട്ടുപിടിപ്പിക്കൽ കർമ്മത്തിന്റെ ഇനാഗുറേഷൻ ചെയ്തതാരാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് അജ്വാ കാരക്കക്ക് വലിയ പവർ കിട്ടിപ്പോയി. എന്താണ് അതിന്റെ പവര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അ തംറാത്തിൻ അജ്വാ ലം യദുർറഹു സുമ്മുൻ വലാ സിഹ്റുൻ. ഒരാൾ നന്ന രാവിലെ, ഇന്നിപ്പോ ഞങ്ങൾ സുബഹിക്ക് ഒരു ചായ കുടിക്കും, നന്ന രാവിലെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ചായ കുടിക്കും. ആ ചായക്ക് ഞങ്ങളതാ റസ്ക് കഴിക്കും, ഞങ്ങളതാ ബിസ്ക്കറ്റ് കഴിക്കും, ഞങ്ങളതാ ബ്രെഡ് കഴിക്കും. എന്നാൽ ലോക നേതാവ് പറയുന്നു, റസ്ക് നീ കഴിച്ചോ സാരമില്ല, ബ്രെഡ് നീ സാപ്പിട്ടോ സാരമില്ല, ബിസ്ക്കറ്റ് തിന്നോ സാരമില്ല. ദാറ്റ് ഈസ് ഡിപെൻഡ് അപ്പോൺ യു. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ ഫ്രീഡമിൽ കൈയിടാൻ ഞാനില്ല. അതേ സമയത്ത് അന്നേരത്ത് കാലി വയറ്റിൽ ഒന്നും കഴിക്കാതെ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു 7 അജ്വ കാരക്ക ഒരുത്തൻ തിന്നാൽ അവനെ വിഷം സ്പർശിക്കൂല. പോരാ, ആര് അവന് സിഹിർ ചെയ്താലും ആ സിഹിർ ഫലിക്കൂല. ഇത് അജ്വ കാരക്ക കഴിച്ചതിന്റെ പവറാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരാൾ പറയാ, ഉസ്താദേ ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എല്ലാ ഇടങ്ങേരും ഉണ്ട്. അത് അജ്വ കാരക്കന്റെ കുറവല്ല, മറിച്ച് കഴിക്കുന്നവന്റെ വിശ്വാസത്തിലുള്ള തകരാറാണ്. 100% വിശ്വാസം വെച്ച് നിന്ന് നോക്ക്, അതിന് ഫലം കാണും ചെയ്യും. അതേ സമയത്ത് എന്റെ ഭാഷയിൽ പറയും അർത്ഥം ഭർത്ത, വേണ വേണ്ടേ എന്ന് പറയും എന്റെ ഭാഷയിൽ. അതായത് വേണോ വേണ്ടേ, ഫലം കിട്ടോ